റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ്. ബാങ്കിന്റെ വീഴ്ച മൂലം സിബിൽ സ്കോർ കുറഞ്ഞതോടെ ദുരിതത്തിലായി പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവ്. പാലക്കാട് കണ്ണാടി പൂവക്കോട് സ്വദേശി സജീവനാണ് പരാതിക്കാരൻ. 2020 ജനുവരി 21 സജീവൻ പൊതുമേഖലാ ബാങ്കിന്റെ ATM കാർഡ് ഉപയോഗിച്ച് 5500 രൂപ പിൻവലിച്ചു. പണം സജീവന് ലഭ്യമായില്ലെന്ന ധാരണയിൽ ഫെബ്രുവരിയിൽ ബാങ്ക് അധികൃതർ 5500 രൂപ സജീവന്റെ അക്കൗണ്ടിൽ തിരികെ നിക്ഷേപിച്ചു. വീഴ്ച തിരിച്ചറിഞ്ഞ് മാർച്ചിൽ 2500 രൂപ തിരികെ പിടിക്കുകയും ബാക്കിയുള്ള 3000 രൂപ ലോൺ എന്ന പേരിൽ കണക്കാക്കിയെന്നുമാണ് പരാതി. സിബിൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിബിൽ കംപ്ലയിൻ്റ് ഉണ്ടാകാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ ഒരു 3000 രൂപ ബാങ്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഞാൻ പേഴ്സണൽ ലോൺ ആയിട്ടാണ് എനിക്ക് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പേഴ്സണൽ ലോൺ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ATM നിന്നും പൈസ വിഡ്രോ ചെയ്തപ്പോൾ ATM നിങ്ങൾക്ക് പൈസ തരികയും ബാങ്ക് അത് തന്നിട്ടില്ല എന്ന ഇതിൽ വീണ്ടും കയറ്റുകയും ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ ഇതല്ല, ബാങ്കിൻ്റെ അനാസ്ഥയാണ്. അപ്പോൾ ഇത് അതിന് ശേഷം 36 ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് 36 അടവാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ ട്രാൻസാക്ഷൻ എൻ്റെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട്. അത് അവർക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പിടിക്കാതെ അതിന് ഹോൾഡ് ചെയ്ത് വെച്ച് എൻ്റെ സിബിൽ മൊത്തം ഇപ്പോൾ ഡൗൺ ആണ്. പരാതി ഞാൻ അവരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് 3000 രൂപ ഇപ്പോൾ ഇന്ന് പേഴ്സണൽ ലോൺ മാറ്റിയിട്ട് ആ 36 അടവ് ഇപ്പോൾ ഹോൾഡാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവർ സിബിൽ അവരിന്ന് കയറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് ആരെ കൊണ്ടാണ് നമ്മൾ പരാതി പറയേണ്ടത്? ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. നമ്മൾ ഇതുവരെ പല സങ്കട ഹർജികൾ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വിചിത്രമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു അനുഭവമാണ്. ബാങ്കിൻ്റെതാണ് വീഴ്ച, ബാങ്കിന്റെ മാത്രമാണ് വീഴ്ച. എന്നിട്ടും ഈ മനുഷ്യൻ എന്തിനാ ഈ ദുരിതം അനുഭവിക്കണം? ബാങ്ക് എന്താണ് ഇപ്പോൾ പറയുന്നത്? സുജയ, സിബിലുമായി ബന്ധപ്പെട്ട് ജീവിതം വഴിമുട്ടിയ പല ആളുകളെ, പല മനുഷ്യരെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. പക്ഷേ പാലക്കാട് ഈ കണ്ണാടി സ്വദേശിയായിട്ടുള്ള സജീവിൻ്റെ ദുരവസ്ഥ, അത് താൻ എടുക്കാത്ത ലോണിൻ്റെ പേരിൽ തൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ബാങ്കിൽ വന്ന വീഴ്ച മൂലം സംഭവിച്ച കാര്യമാണ്. വീട് പണി നടക്കുകയാണ് സജീവിൻ്റെ. ലോൺ എടുത്ത് വീട് പണി പൂർത്തിയാക്കാമെന്നുള്ളതായിരുന്നു സജീവിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം. അങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോയപ്പോഴാണ് സിബിൽ സ്കോർ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ തൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കണ്ണാടിയിലെ ബാങ്കിലേക്ക് എത്തുന്നു. അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് താൻ ഇന്നേ വരെ എടുക്കാത്ത 3000 രൂപയുടെ ഒരു ലോൺ ഉണ്ട് തൻ്റെ പേരിൽ എന്നുള്ള കാര്യം സജീവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കാരണങ്ങൾ പരിശോധിച്ച് പോയപ്പോഴാണ് 2020 ജനുവരിയിൽ ഒരു 5500 രൂപ സജീവൻ ഈ പൊതുമേഖലാ ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കുന്നു. പിന്നീട് ആ പണം സജീവൻ എടുത്തില്ല എന്നൊരു ധാരണയിൽ ബാങ്ക് തിരികെ സജീവൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഈ പണം തിരികെ നിക്ഷേപിക്കുന്നു. പിന്നീട് പിഴവ് മനസ്സിലാക്കിക്കൊണ്ട് ബാങ്ക് 2200 രൂപ 2500 രൂപ മാത്രം സജീവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയാണ്. അപ്പോഴും ഒരു 3000 രൂപ ആ അക്കൗണ്ടിൽ ഒരു കുടിശ്ശിക എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു ബാങ്ക്. പിന്നീട് സജീവിൻ്റെ പോലും യാതൊരു രീതിയിലുള്ള അനുമതിയുമില്ലാതെ ആ 3000 രൂപ ബാങ്ക് ഒരു ലോൺ എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് ആ ലോൺ അടച്ചില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ സജീവന് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കുന്ന രീതിയിൽ അതൊരു കുടിശ്ശികയാക്കി മാറ്റുകയായിരുന്നു. 36 അടവുകൾ മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് സജീവന്റെ സിബിൽ സ്കോറിനെ പൂർണ്ണമായും ആ കാര്യങ്ങളെല്ലാം ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ സജീവന് ഒരു മേഖല 5500 രൂപ ATM വഴി ഒന്ന് എടുത്തു. ആ ഒരു തെറ്റേ ചെയ്തുള്ളൂ. അത് ബാങ്ക് പിന്നെ ലോണാക്കി. ആ ലോണ് സിബിൽ സ്കോർ വെട്ടിക്കുറയ്ക്കുന്ന ഒരു ക്രൂരതയിലേക്കും എത്തി. ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുക? ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ബാങ്കിനോട് ചോദിക്കാനല്ലേ നമുക്ക് കഴിയും?